ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരായ നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് സുരക്ഷാ സേന അറിയിക്കുന്നു. വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടില്ല എന്നും സുരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാണ്ട്. വിനീത, സുരക്ഷാ സേനയുടെ നീക്കങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും നമുക്ക് ചില പരിമിതികളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സ്വഭാവത്തിലുള്ള ഒരു ആക്ഷനിലേക്കാണ് ഇനി കടക്കുന്നത്? എന്താണിപ്പോൾ നമുക്ക് ഈ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുരക്ഷാ സേനയുടെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ സുരക്ഷാ സേന തന്നെ ഔദ്യോഗികമായി അത് അറിയിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും, റഷ്യയിലേക്ക് അടക്കം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ജി കെ പറഞ്ഞതുപോലുള്ള ചില നിയന്ത്രണങ്ങൾ നമുക്ക് മാധ്യമങ്ങൾക്കടക്കം നൽകിയിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഭീകരർക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ് സൈന്യം. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നൽകരുത് എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സുരക്ഷാ സേന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ ഈ ഭീകരർക്കെതിരെയുള്ള ഭീകരർക്കെതിരെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിലേക്കടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏതൊക്കെ മേഖലകളിലാണെന്നോ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് വിശദാംശങ്ങളോ ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.